ഹായ് ഗായ്സ്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്ത വീഡിയോയുടെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ട്രൈസെപ്സിനെ കുറിച്ചായിരിക്കും. ട്രൈസെപ്സിൻ്റെ ഗ്രോത്ത്, അതുപോലെ ട്രൈസെപ്സ് ഏതൊക്കെ വർക്കൗട്ട് ചെയ്താൽ എത്ര വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു കറക്റ്റായിട്ട് ഒരു ക്ലിയർ നോളജ് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ മെയിനായിട്ടും ട്രൈസെപ്സ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 ഹെഡ്സ്. സോറി 3 ഹെഡ്സ്. അപ്പോൾ ലാറ്ററൽ ഹെഡ്, ലോങ് ഹെഡ് ആൻഡ് മീഡിയൽ ഹെഡ്. ജസ്റ്റ് 3 വർക്കൗട്ടേ ഒരു ട്രൈസെപ്സ് ഡേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേ സമയത്ത് ഇവർ 4ഉം 5ഉം വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ ഗെയിൻസ് കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. ഓരോ ഹെഡിനും ഓരോ വർക്കൗട്ട് വീതം കറക്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ അത് മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഈ 3 ഹെഡ്സിൽ നമ്മുടെ ട്രൈസെപ്സ്, നമ്മുടെ ആംസ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലോങ് ഹെഡാണ്. ബാക്കിയുള്ള ഹെഡ്സിനെ വേണ്ട, ട്രെയിൻ ചെയ്യേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ലോങ് ഹെഡാണ് നമ്മളെ കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ, നമ്മുടെ കൈ, നമ്മുടെ ആംസിന് സൈസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ട് ഈ ലോങ് ഹെഡാണ്. സോ ഞാൻ പറയാൻ പോകുന്ന ഈ 3 എക്സസൈസസ് മാത്രം മതി നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ട്രൈസെപ്സ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോങ് ഹെഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓവറായിട്ട് എക്സ്റ്റൻഷനാണ് യൂഷ്വലി ഞാൻ ചെയ്യാറ്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ഫോർ ദ മീഡിയൽ ഹെഡ്. അത് റിവേഴ്സ് ട്രൈസെപ്പ് പുഷ് ഡൗൺ ആണ് ഞാൻ യൂഷ്വലി ചെയ്യാറ്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. സോ അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വർക്കൗട്ടിനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സസൈസ് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യാം. തേർഡ് വൺ, ലാറ്ററൽ ഹെഡിന് വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് ട്രൈസെപ്പ് പുഷ് ഡൗൺസ് ആണ്. സോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ 3 വർക്കൗട്ട്സ്, അല്ലെങ്കിൽ ഓരോ ഹെഡിനും ഓരോ വർക്കൗട്ട് വീതം മതി ഒരു ട്രൈസെപ്പ് ഡേക്ക് നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രൈസെപ്പിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓവറായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ തന്നെ നിങ്ങളുടെ ഗെയിൻസ് കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ബൈ.